ഓർമ്മകളുടെ മാധുര്യം നുകർന്ന ചങ്ങാതിക്കൂട്ടം. കുഞ്ചുതണ്ണി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്നു. തങ്ങളുടെ സ്കൂൾ കാലഘട്ട ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുക മാത്രമല്ല, ആ ഓർമ്മകൾക്ക് നിറം പകരുക കൂടിയാണ് അവർ ചെയ്തത്. 50 വർഷങ്ങൾക്കിപ്പുറം പഴയ സഹപാഠികളുടെ കൈകൾ പിടിച്ച് സ്കൂൾ വരാന്തയിലൂടെയും ക്ലാസ് മുറികളിലൂടെയും നടക്കുമ്പോൾ കുസൃതി കാട്ടിയും കുടുകുട ചിരിച്ചും നടന്ന കൗമാരക്കാരായിരുന്നു മനസ്സുകൊണ്ട് അവരെല്ലാവരും. വാർദ്ധക്യം പിടികൂടിയെങ്കിലും കളിക്കൂട്ടുകാരനെയും കൂട്ടുകാരിയെയുമൊക്കെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ആ പഴയ ഓർമ്മകൾ മനസ്സുകളിലേക്ക് ഇരമ്പിയെത്തി. ഓർമ്മകളെ തട്ടിയുണർത്തി ഈശ്വര പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം. തുടർന്ന് അറ്റൻഡൻസ് വിളിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പലരുടെയും പേരുകൾക്കും മാറ്റമുണ്ടായിരുന്നു. പഴയ അറ്റൻഡൻസ് പുസ്തകത്തിലെ പേരുകളിലും ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിന്നിരുന്നു. തുടർന്ന് കുശലം പറച്ചിലും പൊട്ടിച്ചിരികളും നിറഞ്ഞു. 50 വർഷങ്ങൾ തങ്ങൾക്ക് സമ്മാനിച്ച കഥകളും അവർ പരസ്പരം പങ്കുവച്ചു. നമ്മൾ ഓഫീസിനടുത്തുള്ള ക്ലാസ് 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ഉള്ള കാര്യമായിരുന്നു. അതിൽ കയറിയിരിക്കുക, അധ്യാപകരെല്ലാം വരിക, അത് മറ്റു കുട്ടികളെല്ലാം ഇങ്ങനെ കാണുകയാണ്. അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു. ആ ക്ലാസ്സിൽ അന്നത്തെ നമ്മളുടെ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്ന ആള് ആരാന്നറിയാമോ? ആരെങ്കിലും പേര് പറയാൻ പറ്റുമോ? ഭാസ്കരൻ നായർ. അദ്ദേഹം കട്ടിയുള്ള കണ്ണടകൾ വെച്ച് നമ്മൾ ഈ വരാന്തയിലൂടെ ഇങ്ങനെ ഒരു ചൂരൽ പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളെല്ലാം വളരെ നിശബ്ദമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു തണുത്ത ഓർമ്മയായി ആ പഴയ കൗമാരക്കാരന്റെയും പാവാടക്കാരികളുടെയും മനസ്സിൽ എന്നും ഉണ്ടാകുമെന്നും വരും വർഷങ്ങളിലും ഇത് തുടരണമെന്നാണ് ആഗ്രഹമെന്നും അവർ പറയുന്നു. കുട്ടികളായിരുന്ന എല്ലാവരും വൃദ്ധന്മാരായി കാലഘട്ടം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം അവർക്ക് കുട്ടികളുടെ കുട്ടികളും ഒക്കെ ആയ ഈ കാലത്ത് ഇങ്ങനൊരു പുനർസമാഗമം വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ എല്ലാവരെയും കണ്ടുമുട്ടതിലും എല്ലാവരുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞതിലും അങ്ങേയറ്റം സന്തോഷം. ഈ സാഹചര്യം ഇങ്ങനെ നിലനിന്നു പോകാനും ഇങ്ങനൊരു കൂട്ടായ്മ ഇനിയും വർഷാവർഷങ്ങളിലെങ്കിലും കണ്ടുമുട്ടാനും ഉള്ളവർക്ക് സംഗമിക്കാനുമുള്ളൊരു അവസരമായി ഉണ്ടാവട്ടെ. ഈ സംഗമം ഒരു തുടർച്ചയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോമനാഥൻ, ബാബു KM, പീറ്റർ KP, പ്രദീപ്, സുധാകരൻ, മോഹനൻ തുടങ്ങിയവരായിരുന്നു ഈ ചങ്ങാതിക്കൂട്ടത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.